ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കൽ, ഇങ്ങനെ 2-3 പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ സമയം ഇനി നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ചടങ്ങിന് ആദ്യമായി മൗനപ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട VS അച്യുതാനന്ദൻ, അതോടൊപ്പം തന്നെ കലാരംഗത്ത് നമ്മളിന്ന് വേർപെട്ടു പോയ കലാഭവൻ നവാസ് ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ, വ്യാപാര രംഗത്ത് ഒട്ടനവധി പ്രവർത്തിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയിട്ടുണ്ട്. അവരുടെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു നിമിഷം നമുക്ക് ദുഃഖം ആചരിക്കാം. എണീറ്റ് നിൽക്കാം. നമ്മുടെ ചടങ്ങിൻ്റെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഏകോപന സമിതിയുടെ തലശ്ശേരി മേഖലയുടെ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന കൗൺസിൽ അംഗവും മുനിസിപ്പൽ കൗൺസിലിൻ്റെ മുൻ കൗൺസിൽ അംഗവുമായ പ്രിയപ്പെട്ട AK സക്കറിയ അവരുടെ സ്വാഗത പ്രഭാഷണത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുക. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തലശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ കീഴിലുള്ള കൊളശ്ശേരി എന്ന ചെറിയ പ്രദേശത്തുള്ള ഒരു യൂണിറ്റിൻ്റെ ഒരു പരിപാടിയിലാണ് ഞങ്ങളൊക്കെ ഒത്തുകൂടിയിട്ടുള്ളത്. ഈ പരിപാടിയെക്കുറിച്ച് പറയുമ്പോൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി കണ്ണൂർ ജില്ലകൾക്ക് ഒരു കൈത്താങ് എന്ന നിലയിൽ അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ആ കുടുംബത്തിന് 2023 ജനുവരി 1 മുതൽ തുടക്കം കുറിച്ചതാണ്. അതേക്കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഇതിൻ്റെ മുഖ്യ കാര്യദർശി ദേവസ്വം മേച്ചേരി അവർ വിശദീകരിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരു വ്യാപാരിയെ സംബന്ധിച്ച് കാലത്ത് ഉണർന്ന് അർദ്ധരാത്രി വരെ വ്യാപാരം ചെയ്ത് തൻ്റെ കുടുംബത്തെ പോറ്റുവാൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് വ്യാപാരം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇവിടുത്തെ വ്യാപാരി സമൂഹം. അവർക്ക് ഏതാനും കുറച്ച് ആളുകൾക്ക് എല്ലാ മെച്ചവും ഉണ്ടെങ്കിൽ പോലും ഭൂരിഭാഗം ആളുകളും ഒരുവിധം ഒത്തൊപ്പിച്ച് പോകുന്ന ആളുകളാണ്. അവർക്ക് വല്ല അസുഖമോ പെട്ടെന്നുള്ള മരണമോ സംഭവിച്ചാൽ അവരുടെ കുടുംബം അനാഥമാകുന്ന അവസ്ഥ കണ്ടുകൊണ്ടിരിക്കാൻ ജില്ലാ കമ്മിറ്റിക്ക് സാധിക്കാത്ത ഒരവസ്ഥ വന്നപ്പോഴാണ് ഈ കാര്യത്തെക്കുറിച്ച് ജില്ലാ കമ്മിറ്റി ആലോചിക്കുകയും ഇങ്ങനെ ഒരു പദ്ധതിക്ക് രൂപം കൊടുത്ത് നടപ്പിലാക്കിയത്. അത് വ്യാപാരികളെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തെ സംബന്ധിച്ച് വലിയൊരു ആശ്രയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ മേഖലാ പ്രസിഡൻറ്റും ജില്ലാ വൈസ് പ്രസിഡൻറ്റുമായ CC വർഗീസ് അവരുകളാണ്. ആദ്യമായി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ നമ്മുടെ നഗരസഭാ ചെയർപേഴ്സൺ ജമുന റാണി ടീച്ചറാണ്. ജമുന ടീച്ചറാണ് ഇതിൻ്റെ ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്യുന്നത്. അവരെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കനായ നമ്മുടെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ പ്രസിഡൻറ്റും ആശ്രയ ട്രസ്റ്റിൻ്റെ ചെയർമാനുമായ ദേവസ്വം മേച്ചേരി അവர்களാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുക. അതുപോലെ തന്നെ ഈ ആശംസ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തെ കൗൺസിലർമാരായ C മോഹനൻ, മിലി ചന്ദ്ര, അനിത, ഷീജ, ബിജില, പ്രശാന്തൻ എന്നിവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊക്കെ ഈ ചടങ്ങിന് വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന വ്യാപാരി സുഹൃത്തുക്കൾക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട്
ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ വൈസ് പ്രസിഡന്റും തലശ്ശേരി മേഖലയുടെ പ്രസിഡന്റുമായ CC വർഗീസ് അവരുടെ ആദരവും ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ നേരത്തെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് 2-3 കാര്യങ്ങൾ കൂടി ഇവിടെ ആദരിക്കുന്നുണ്ട്. ഒന്ന് ആദ്യകാല വ്യാപാരികളായ സുകുമാരൻ VM, രാജൻ K, രാഘവൻ K, N ബാലൻ എന്നിവരെയൊക്കെ ആദരിക്കുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ SSLC +2 പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിയ ഒരു വ്യാപാരിയുടെ മകൾ നക്ഷത്ര മധു, അവരെയും ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ്. നമ്മുടെ അപ്പക്കൂടിൻ്റെ മധുവാട്ടിൻ്റെ മകളാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വ്യാപാരി ഏകോപന സമിതി മേഖലാ കമ്മിറ്റിയും അവരെ ആദരിച്ചിട്ടുണ്ട്. അങ്ങനെ ഏകോപന സമിതി എല്ലാ മേഖലയിലും പ്രോത്സാഹനം നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഇതൊരു നല്ല തുടക്കമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ ചടങ്ങിൻ്റെ വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ വൈസ് പ്രസിഡന്റും മേഖലാ പ്രസിഡന്റുമായ CC വർഗീസിനെ ആദരവോഷൻ. ഏകോപന സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ദേവസ്യ മേച്ചേരി അവർ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ അവരുടെ കുടുംബസഹായ ഫണ്ട് വിതരണം ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള തലശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി ജമുന റാണി ടീച്ചർ, വേദിയിൽ ഉപേക്ഷിതരായിരിക്കുന്ന മുനിസിപ്പൽ കൗൺസിൽ അംഗങ്ങളായ ശ്രീ C മോഹനൻ, ശ്രീമതി മിലി ചന്ദ്ര, ശ്രീമതി അനിത, ശ്രീമതി ഷീജ V, ശ്രീമതി ബിജില, ശ്രീ പ്രശാന്തൻ C, ഏകോപന സമിതിയുടെ മേഖലാ ജനറൽ സെക്രട്ടറി AK സക്രിയ, കൊളശ്ശേരി യൂണിറ്റിൻ്റെ ഭാരവാഹികളായ സജേഷ്, അതോടൊപ്പം തന്നെ ഹരിയേന്ദ്രൻ, മറ്റ് പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ, മേഖലയുടെ വിവിധ യൂണിറ്റുകളിൽ നിന്ന് ചൊക്കളി, മാഹി, കോടിയേരി, അതുപോലെ തന്നെ തലശ്ശേരി യൂണിറ്റിൽ നിന്നെല്ലാം എത്തിച്ചേർന്നിട്ടുള്ള പ്രതിനിധികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2023 ജനുവരി മാസത്തിലാണ് ഈ ആശ്രയ പദ്ധതിയുടെ ഉത്ഭവം. കേരളത്തിലെ വ്യാപാരി വ്യവസായി സമൂഹത്തെ ആരും സഹായിക്കാത്ത ഒരു സ്ഥിതിവിശേഷം വന്നപ്പോഴാണ് ചെറുകിട ഇടത്തരം കച്ചവടക്കാരെ സഹായിക്കാൻ വ്യാപാരി സംഘടനകൾക്കാണ് കൂടുതൽ സാധിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെ വളരെയധികം ആസൂത്രണമായി ആലോചിച്ച് ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് ആശ്രയ പദ്ധതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടപ്പിൽ വരുത്തിയത്. 2023 ജനുവരി മാസം തുടക്കം കുറിച്ചിട്ടുള്ള ഈ ആശ്രയ പദ്ധതി അവരുടെ കുടുംബത്തിന് കുടുംബസഹായമായി അതിൻ്റെ അവകാശിക്ക് കൊടുക്കുന്നത് 10 ലക്ഷം രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. തലശ്ശേരി മേഖലയിൽ ഇതിനകം 5-8 കുടുംബത്തെ നമ്മൾ സഹായിച്ചു. ഇനിയും 3 കുടുംബങ്ങളെ അവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ഇതുപോലെയുള്ള ആനുകൂല്യ വിതരണം നടത്തേണ്ടതുണ്ട്. കണ്ണൂർ ജില്ലയിലെ വിതരണം ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഇതിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റും അതോടൊപ്പം തന്നെ ആശ്രയ കമ്മിറ്റിയുടെ ചെയർമാൻ ഉൾപ്പെടെ ഇവിടെ പ്രതിപാദിക്കും. ഇപ്പോൾ നമ്മളിൽ നിന്ന് വേർപ്പെട്ടിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ അവരുടെ കുടുംബത്തിന് നമുക്കറിയാം, കച്ചവടക്കാരെന്ന് പറയുമ്പോൾ ധനാഢ്യന്മാരാണെന്നാണ് ചിലർ ചിത്രീകരിക്കുന്നത്. അവർ മരണപ്പെട്ട് കഴിഞ്ഞാലാണ് അവരുടെ യഥാർത്ഥ രൂപം മനസ്സിലാക്കുന്നത്. അവർ വലിയ ഒരു 100 പേജിൻ്റെ ബുക്കിൻ്റെ എഴുതിയിട്ടുണ്ടാവും കൊടുക്കാനുള്ള കണക്കിൻ്റെ ലിസ്റ്റ്, അവസാനം 4 പേജിൽ കിട്ടാനുള്ള കണക്കിൻ്റെ ലിസ്റ്റും ഉണ്ടാവും. ഇങ്ങനെ പല ജില്ലയിലെ പല യൂണിറ്റുകളിലും ഇതുപോലെയുള്ള കച്ചവട സുഹൃത്തുക്കൾ മരണപ്പെട്ടപ്പോൾ ഞങ്ങൾക്കുണ്ടായ അനുഭവം വായിക്കണം. അവരുടെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുള്ള ഏതൊരു വ്യക്തിയും 100 രൂപ അവർക്ക് വേണ്ടി സംഭാവന നൽകണം. ആ സംഭാവന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും വിവിധ പേരുകളിലായി ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത്. ഇവിടെ ഓൺലൈൻ വ്യാപാരം കൊണ്ട് പൊറുതിമുട്ടി ചെറുകിട ഇടത്തരം കച്ചവടക്കാർ നാമാവിശേഷമാകുന്ന സ്ഥിതിവിശേഷം. ഇപ്പോൾ കൊളശ്ശേരി ടൗണിൽ ഇന്ന് 1065 കച്ചവടക്കാരാണെങ്കിൽ അടുത്ത വർഷം അവരുടെ വാർഷിക സമ്മേളനം കൂടുമ്പോൾ അതിൻ്റെ പ്രവർത്തന റിപ്പോർട്ടിൽ നോക്കുമ്പോൾ 5 ആളുകൾ 10 ആളുകൾ കട പൂട്ടി
പോയി എന്നുള്ള വിവരമല്ലാതെ വർദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു കച്ചവടം നമുക്ക് ഇവിടെ വരാത്ത സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യാപാരികൾക്കുണ്ടാകുന്ന പ്രയാസത്തിൽ സംഘടിത വ്യാപാര പ്രസ്ഥാനമായ ജാതിമത വർണ്ണ വിവേചന കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ചിന്തിച്ചുകൊണ്ട് എല്ലാ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഗുരുതരമായ രോഗങ്ങൾക്കടക്കം ചികിത്സ കൊടുക്കുക, ഒട്ടനവധി ആളുകൾക്ക് അതിൻ്റെതായ ചികിത്സാ സഹായം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമ്മുടെ ഒരു മെമ്പർ സുഖമില്ലാതെ അവർക്കുള്ള ചികിത്സാ സഹായവും ഇവിടെ യൂണിറ്റ് തലത്തിൽ ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, വ്യാപാരികളെ, ഈ ചെറുകിട ഇടത്തരം കച്ചവടക്കാരുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കിയിട്ടുള്ള ഈ ആശ്രയ പദ്ധതി എന്ന വലിയ ഒരു അത്താണി, അതിൻ്റെതായ ഒരു സഹായധനത്തിൻ്റെ ഒരു ചടങ്ങിലാണ് ഞാൻ നിങ്ങളും വന്നു ചേർന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ കൂടുതലായി എൻ്റെ അധ്യക്ഷ പ്രസംഗമൊന്നും നീട്ടിക്കൊണ്ടു പോകുന്നില്ല. വളരെയധികം ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിച്ചിട്ടാണ് ഇതിൽ ചേർന്ന ആളുകളുടെ പ്രത്യേക ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് അടിക്കടി അതിൻ്റെതായ സന്ദേശങ്ങൾ നിങ്ങളുടെ യൂണിറ്റ് മരണം നമ്മുടെ ജില്ലയിൽ നടക്കുമ്പോൾ ഒരു 50 വയസ്സിന് താഴെയുള്ള ആളുകളാണ് ബഹുഭൂരിപക്ഷം മരണപ്പെട്ടിട്ടുള്ളത് എന്ന് ഞങ്ങൾക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് വയസ്സ് ഒരു ഘടകമല്ല. അപ്പോൾ ഇതിൽ ചേർന്ന് 2000 രൂപ രജിസ്ട്രേഷൻ എടുത്ത് ചേർന്നിട്ടുള്ള ഇതിൻ്റെ ഉപഭോക്താക്കൾ, ഇതിൻ്റെ പദ്ധതി ചേർന്നിട്ടുള്ളവർ, അതിൻ്റേതായുള്ള വിഹിതം, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണപ്പെട്ട കുടുംബത്തിന് 100 രൂപ നിങ്ങൾ അതിൻ്റെ സംഭാവനയായി അപ്പോൾ തന്നെ നീക്കിവെച്ച് അത് നിങ്ങൾ അവരിൽ നിന്ന് സമാഹരിച്ചുകൊണ്ട് റെസീറ്റ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പാസ്ബുക്കിൽ അവർക്ക് കൊടുക്കണം. അതിൽ ഭാഗവാക്കാവണം, നിങ്ങൾ തയ്യാറാവണം എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. ആരും ഇനി മരിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന, പക്ഷേ വിധി ദൈവത്തിൻ്റെ കയ്യിലുള്ളതാണ്. ഓരോ ദിവസവും നമ്മൾ പ്രസംഗിച്ചു ഇന്നലെ ഈ പദ്ധതി വിജയിപ്പിക്കുന്നതിന് നിങ്ങളുടെ എല്ലാവിധമായ സഹകരണം ഉണ്ടാവണം എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. മറ്റുള്ള വിശദമായ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഇതിൻ്റെ ആശ്രയ കമ്മിറ്റിയുടെ ചെയർമാനും ഏകോപന സമിതിയുടെ ജില്ലാ പ്രസിഡന്റുമായ ദേവസ്വം യേച്ചേരി അവർ നിങ്ങളോട് സവിസ്തരം പറയും എന്നാണ് എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ്, തലശ്ശേരി മേഖലയുടെ പ്രസിഡന്റുമായിട്ടുള്ള പ്രിയപ്പെട്ട സി വർഗീസേട്ടൻ, ഇന്നത്തെ വിശിഷ്ടാതിഥി, നമ്മുടെ പദ്ധതിയിൽ നിന്നുള്ള ധനസഹായ വിതരണം നൽകുന്ന ഏറ്റവും ബഹുമാന്യായ തലശ്ശേരി നഗരസഭ ചെയർപേഴ്സണൽ ശ്രീമതി ജമിന റാണി ടീച്ചർ, ഈ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ സജേഷ്, മേഖല ജനറൽ സെക്രട്ടറി, മറ്റ് മേഖലാ ഭാരവാഹികൾ, യൂണിറ്റിൻ്റെ ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വ്യാപാരി സുഹൃത്തുക്കളെ, കൊളശ്ശേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അംഗമായിരുന്ന നമ്മുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ഈ നാടിൻ്റെ വികസന സ്വപ്നങ്ങൾക്കും സമാധാന അന്തരീക്ഷത്തിനും സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കോർത്തിണക്കിക്കൊണ്ട് ഏറെ മിന്ന നിന്ന ശ്രീ PK ജിതേന്ദ്രൻ നമ്മെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഈ നാടിനു വേണ്ടി, സമൂഹത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഒട്ടനവധി നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിന് സമർപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. നമ്മുടെ നാട്ടിൻ്റെ ഏത് ആവശ്യത്തിനും അദ്ദേഹത്തെ സമീപിച്ചാൽ അദ്ദേഹത്തിന് കഴിയുന്നതിലേറെയുള്ള സേവനങ്ങൾ എപ്പോഴും അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞു.
വലിയ കച്ചവടക്കാർ മാത്രമുള്ള സ്ഥലം, തലശ്ശേരി എന്ന വലിയ വ്യാപാര കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശം എന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ വ്യാപാരത്തിൻ്റെ രീതിയും മറ്റു കാര്യങ്ങളും ഞാൻ എടുത്തു പറയേണ്ടതായിട്ടില്ല. ഒരു വ്യാപാര കേന്ദ്രം എന്ന നിലയിൽ വളരെ ഏറെ ശ്രദ്ധിക്കപ്പെടാത്ത ഈ സ്ഥലത്ത് ഒറ്റപ്പെട്ട് വ്യാപാരം ഉപജീവന മാർഗമായി തിരഞ്ഞെടുത്ത വ്യാപാരികളെ സംഘടിപ്പിക്കുന്നതിനും സംഘടനയുടെ കൂടെ അർപ്പണ മനോഭാവത്തോടെ ആത്മാർത്ഥതയോടെ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ ഏറെ മുന്നിലായിരുന്നു ജിതേന്ദ്രൻ എന്ന് ഞാൻ പറയാതെ എന്നേക്കാൾ കൂടുതൽ അദ്ദേഹത്തെ അടുത്തറിയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സംഘടന അതിൻ്റെ യൂണിറ്റ് കമ്മിറ്റി ആയാലും മേഖലാ കമ്മിറ്റി ആയാലും ജില്ലാ കമ്മിറ്റി ആയാലും സംസ്ഥാന കമ്മിറ്റി ആയാലും നടപ്പാക്കുന്ന എല്ലാ പദ്ധതിയിലും മറ്റുള്ള ആളുകളുടെ പ്രേരണയില്ലാതെ അതിൽ പങ്കാളിയാകാൻ, മറ്റുള്ളവരെ കൂടി അത്തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാനും അദ്ദേഹം കാണിച്ചിട്ടുള്ള ആർജവം, സഹകരണം ഇവിടെ സ്മരിക്കാൻ, എടുത്തു പറയുവാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഏതായാലും അദ്ദേഹം ഓർമ്മയായി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ മേഖലയ്ക്കും, പ്രത്യേകിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്കും നികത്താൻ കഴിയാത്ത വിടവ് സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം കടന്നുപോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ കണ്ണൂരിലെ കേരളത്തിലെ വ്യാപാര സമൂഹത്തിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആത്മാവിൻ്റെ നിത്യശാന്തിക്കായി സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. പദ്ധതിയുടെ വിശദാംശത്തിലേക്കൊന്നും കടന്നു പോകേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കണ്ണൂർ ജില്ലയിലെ വ്യാപാരികൾ, വ്യാപാരികളുടെ കുടുംബാംഗങ്ങൾ, അവരെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുരുതരമായ അസുഖങ്ങൾ, മരണം കൊണ്ട് യാത്രയാവുമ്പോൾ തൻ്റെ കൂടെ തൻ്റെ കുട്ടികൾക്കും മക്കൾക്കും തനിക്ക് ജന്മം നൽകിയ തൻ്റെ അച്ഛനമ്മമാർക്കും വേദന നൽകിക്കൊണ്ട് തിരിഞ്ഞു പോകുമ്പോൾ ഒരുപക്ഷെ അധ്യക്ഷ പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പലവരുടെയും ബാലൻസ് ഷീറ്റ് എടുത്ത് പരിശോധിക്കുമ്പം വലിയ ബാധ്യത സമ്മാനിച്ച് പോകുമ്പോൾ ഒരുപക്ഷെ ഇതുവരെ കുടുംബത്തിൻ്റെ ബാധ്യത എന്താണ്, സാമ്പത്തിക പ്രതിസന്ധി ചെറിയൊരു വീട് വെക്കുന്നതിനായി ബാങ്കിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്തത് തിരിച്ചടയ്ക്കാത്തതിൻ്റെ പേരിൽ ജപ്തി നോട്ടീസും ആയിട്ട് പോലീസിനെയും